നമുക്കിന്നൊരു കോയിൻ പൗച്ച് അല്ലെങ്കിൽ മിനി പൗച്ച് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണതൊരു ഹെഡ്സെറ്റ് കേസ് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 2 കളർ യാണാണ് എടുത്തിട്ടുള്ളത്. 2.5 mm നീഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രീം കളറാണ് പൗച്ചിൻ്റെ ബോഡി പാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്ലിപ്പ് നോട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 20 ചെയിൻസ് നമ്മൾ വർക്ക് ചെയ്യണം. ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു നമ്മൾ. അടുത്തത് സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7 അങ്ങനെ 20 ചെയിൻസാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൗച്ച് എത്ര നീളം വേണം നോക്കിയിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ചെയിൻസിൻ്റെ എണ്ണം. നമ്മൾ 20 ചെയിൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടാണ്. നമ്മൾ 20 ചെയിൻസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിൻ ഉണ്ട്, അതിലേക്കാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യണം. ഇതുപോലെ. ഇതുപോലെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ സിംഗിൾ ക്രോഷയാണ് വർക്ക് ചെയ്യാൻ പോണത്. അങ്ങനെ ടോട്ടൽ 19 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടുക. 19 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ്. നയൻറ്റീൻത്ത് സിംഗിൾ ക്രോഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടാണ്. നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു ചെയിൻ 1 ചെയ്യണം. ചെയിൻ 1 വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ടേൺ ചെയ്യാം. ഇതുപോലെ വർക്ക് ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ ഇനി വരുന്ന എല്ലാ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ വർക്ക് ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി വരുന്ന എല്ലാ റൗണ്ടിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ 1 വർക്ക് ചെയ്യുക, എന്നിട്ട് വർക്ക് ടേൺ ചെയ്യുക, എന്നിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക് പോകേണ്ടത്. നമ്മുടെ പൗച്ചിന് എത്ര ഹൈറ്റ് വേണം നോക്കിയിട്ട് അത്രയും റൗണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഇവിടെ ഏകദേശം ഒരു 50 to 53 റൗണ്ട്സാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. റൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കോർണറിലെത്തുമ്പോൾ നമ്മൾ 2 ചെയിൻസ് ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം ആണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് തന്നെയാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ ഇത് ഓൾറെഡി 2 സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കോർണർ സൈഡിൽ 2 SC ആണ്. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചുകളിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യേണ്ടത്. അങ്ങനെ 4 സൈഡ്സും നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് നമ്മുടെ യാൺ കട്ട് ചെയ്യുക.
അങ്ങനെ 4 സൈഡ്സും നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം ഒരു പേഴ്സിൻ്റെ ഫോർമാറ്റിൽ. നമ്മളിവിടെ ഒരു ബ്ലൂ കളർ യാണ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ യാണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ 2 സൈഡും കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിലൂടെ നീഡിലെടുത്തു. അതിനുശേഷം സെക്കൻഡ് സ്റ്റിച്ചിലൂടെ അതുപോലെ നീഡിലെടുക്കുക. എന്നിട്ട് ബ്ലൂ കളർ യാണ് ഇതിലൂടെ എടുത്തിട്ട് സിംഗിൾ ക്രോഷയാണ് വർക്ക് ചെയ്യാൻ പോണത്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് കിട്ടും. ഇങ്ങനെ ഈ 2 സൈഡിലുള്ള സ്റ്റിച്ചസിലൂടെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ യാണ് തന്നെ യൂസ് ചെയ്യാം. അതല്ല ഇതുപോലെ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിത് ഇതുപോലെ ഈ ഒരു യാണില്ലേ അതിൻ്റെ എൻഡ് പോയിൻ്റ് നമ്മളിതുപോലെ ഹൈഡ് ചെയ്തിട്ട് വേണം സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ. ഇതേപോലെ തന്നെ അടുത്ത 2 സൈഡിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൻ്റെ എൻഡ് പോയിന്റിലെത്തി. ഇനി ഈ ഒരു കോർണർ ഒന്നും കൂടെ ഷാർപ്പൻ ആവാൻ വേണ്ടിയിട്ട് 2 ചെയിൻസ് വർക്ക് ചെയ്യണം. എന്നിട്ടാണ് അടുത്ത സൈഡിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യേണ്ടത്. ഈ ഒരു സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. എഡ്ജസ് എത്തുമ്പോൾ എന്ന് വെച്ചാൽ കോർണർ സൈഡിൽ മാത്രം 2 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് വേണം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൗച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസ് ബട്ടണൊക്കെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹാങ്ങിങ്സ് കൊടുക്കാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു യാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ യാണ് ഇതുപോലെ അങ്ങനെ വെറുതെ ഇടരുത്, അത് ഹൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെ പൗച്ച് ഒന്നും കൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതേപോലെ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൗച്ച് ഇഷ്ടമായോ എല്ലാവർക്കും?